Hi friends, I am Colonel Dr. Ravindra Babu, MD of the Colonel's Academy, Sultan Bathery, Wayanad. Colonel's Academy, Sultan Bathery, Wayanad. SSC, GD and other competitive examination English എങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഇത് ശരിക്കും മുഴുവനായിട്ട് കേട്ടാലേ ഈ വീഡിയോയുടെ നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അത് രണ്ട് ടെൻസസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇംഗ്ലീഷ് ഗ്രാമറാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഗ്രാമറിൽ ബേസിക്കലി നമുക്ക് പ്രോബ്ലംസ് വരുന്നത് വേർബ്സിൽ, ടെൻസസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ടെൻസസ് നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഓരോരോ ദിവസം ഓരോ ടെൻസസിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുള്ള ഒരു ധാരണയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റാവുന്ന ഭാഗങ്ങളെ പറ്റി നമുക്ക് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റിൽ പലർക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് ഒബ്ലിക് ഹാവ് പ്ലസ് V3 ഫോമാണ് വരേണ്ടത്. അത് സാധാരണ നമ്മൾ ഒരു രണ്ട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. ലൈക്ക് ഐ അറൈവ്ഡ് ഇൻ ദി ബാങ്ക് ആൻഡ് ദി മാനേജർ ഹാസ് ഓൾറെഡി ഗോൺ. അപ്പം നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും ദി മാനേജർ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ദി മാനേജർ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ഇതാ ഇപ്പോൾ പോയുള്ളൂ മാനേജർ. അപ്പം നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഹാസ് ലെഫ്റ്റ് ഹാസ് പ്ലസ് V3 ഫോമാണ്. അത് കാണിക്കുന്നത് ഒരു പ്രസന്റിൽ നടന്നു കഴിഞ്ഞ സംഭവത്തിനെയാണ്. ഇപ്പോൾ നടന്നു കഴിഞ്ഞ സംഭവത്തിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഹാസ് ഒബ്ലിക് ഹാവ് പ്ലസ് V3. ഇത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നുള്ളത് നമ്മൾ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ചിരിക്കണം. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രസന്റിൽ നടന്ന ഒരു കാര്യത്തിന് ഇപ്പം നടന്നു കഴിഞ്ഞത്, ഇപ്പോൾ നടന്നു കഴിഞ്ഞത്, ജസ്റ്റ് കഴിഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രസന്റ് പെർഫെക്റ്റിൽ പാസ്റ്റും പ്രസന്റും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ ഉള്ള സമയത്ത് പാസ്റ്റും പ്രസന്റും കണക്ഷൻ ഉള്ളതിൽ മാത്രമേ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് നോക്കാം. ഹാഡ് പ്ലസ് V3. നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. പാസ്റ്റിൽ നടന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ എത്തുന്നതിന് മുമ്പ് വണ്ടി പോയി. When I arrived at the station, the train had already left. When I arrived at the station, the train had already left. So, had plus V3 ഫോമാണ് യൂസ് ചെയ്തിരിക്കണം. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങളും പാസ്റ്റിലാണ് നടന്നിട്ടുള്ളത്. അതായത് പാസ്റ്റ് ടെൻസ് ആണ്, രണ്ടും നടന്നിട്ടുള്ളതാണ്, നടന്നു കഴിഞ്ഞതാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. When I arrived at the station, the train had already left. Had left. Had plus V3. ഇതാണ് നമ്മൾക്ക് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഇത് പലർക്കും മനസ്സിലാവാത്തതുകൊണ്ട് അത് പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നമ്മൾ എവിടെയാണോ തെറ്റിക്കുന്നത് ആ ഭാഗത്താണ് കൂടുതലായിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതുകൊണ്ട്
നിങ്ങൾ ഇനി പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിൽ തെറ്റരുത്. സോ കേൾസ് അക്കാഡമി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. Colonel's Academy Sultan Bathiri, Vietnam.